അതാ നോക്കൂ മുറ്റത്തൊരു മൈന. സത്യസന്ധമായ റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് സിനിമ യാതൊരു ലോജിക് ഇല്ലാത്ത പടമാണ്. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ക്ലീഷേ മൂവിയാണ്, മാസ് മസാല ഫിലിമാണ്. നല്ല റോള് കിട്ടാത്ത ചൊരുക്കി എന്നോട് തീർക്കല്ലോ. ഇന്നലെ ഇറങ്ങിയ ARMന്റെയും കിഷ്കിന്റെയും ഒപ്പം പിടിച്ചേക്കൊന്നും തോന്നുന്നില്ല. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. പടം ക്ലീഷയാണ്, ഒരു ലോജിക്കും ഇല്ല. അനാവശ്യം പറയരുത്. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഈ ഫിലിം എങ്ങനെ പിടിച്ചേക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അഭിനയിച്ച പടമാണെങ്കിൽ ഞാൻ എസ്പെഷ്യലായിട്ട് റിവ്യൂ കൊടുക്കുള്ളൂ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സത്യം മൂടി വെച്ച് നുണ പറയേണ്ടതായി വരും. അതിനൊക്കെ വിവേചന ബുദ്ധി വേണം. നിനക്കതില്ല. കാരണം നീ ഒരു കഴുതയാണ്. ലോജിക്കും സംഭവം അടുത്തോട് പോയിട്ടില്ല. ഒരുപാട് താരങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ഒട്ടും റിയലിസ്റ്റിക് അല്ല. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? വെറും മാസ് മസാല മൂവിയാണ്. ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നതിൽ ഞാൻ കേരളം പ്രകടിപ്പിക്കുന്നു. എല്ലാത്തിനും കാരണം നീയാ. അതെ, എന്നുള്ള ARM കണ്ടു. ARM ഉഗ്രം പടമാണ്. കിസ്കിനെ കണ്ടിട്ടില്ല, നല്ല പടമാണ്. കണ്ടപ്പോൾ ഇത് പിടിച്ചേക്കൊന്നും തോന്നുന്നില്ല. ഇത്രയും വലിയ കുരിശ് ചുമക്കേണ്ടി വരും വിചാരിച്ചില്ല. പിന്നെ അനുഭവിച്ചോട്ടോ. സത്യസന്ധമായി നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ ബാഡ് ബോയ്സ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. ക്ലീശിയായ മൂവി, യാതൊരു ലോജിക്കും ഇല്ല. ഞാൻ അപ്ഡേറ്റ് ചെയ്യണ്ട യാതൊരു. പക്ഷെ സത്യസന്ധമായ റിവ്യൂ കൊടുക്കുള്ളൂ. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ.